BJP ഇവിടെ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണെന്നുള്ളതാണ്. എനിക്ക് ഇന്നലെയും അവരോട് ഞാൻ ചോദിച്ചൊരു കാര്യമാണ്, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെയാണ് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ സാധിക്കുക? അങ്ങനെ സാധിക്കാനുള്ള എന്ത് അവസരമാണ് ഇവിടെ ഉള്ളത്? അങ്ങനെ ആ അവസരം സൃഷ്ടിക്കുന്നതിൽ ഇവിടുത്തെ മറ്റു പാർട്ടികൾക്ക് എന്ത് റോളാണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 രീതിയിലാണ് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ കഴിയുക. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു രീതിയാണ്. അത് ഒരു ദിവസം പാതിരാത്രിക്ക് ഓട് പൊളിച്ച് നമ്മുടെ പാർലമെന്റിലേക്ക് ഇറങ്ങുന്നു, എന്നിട്ട് അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് മാറ്റിയിട്ട് അവിടെ മനുസ്മൃതി കൊണ്ടുപോയി സ്ഥാപിക്കുന്നു. ഇത് വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ചെയ്ത് കാണിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് ഇവിടെ ചെയ്യാം. ഇവിടെ ഈ BJP ഭരണത്തിലേറിയിട്ട് ഇത്ര നാളായിട്ടും ഇതുവരെ അത് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, പണ്ട് ഓടിട്ടിരുന്ന ആ പാർലമെന്റ് മാറ്റിയിരുന്നു, നല്ല കോൺക്രീറ്റ് ഇട്ട് മറ്റൊരു പാർലമെന്റ് പണിത് ഓടി പൊളിച്ചിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ അവർ. പിന്നെ എങ്ങനെ ഓടി പൊളിച്ചിറങ്ങാന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. തൽക്കാലം അതവിടെ മാറി നിൽക്കട്ടെ. ഇനി അടുത്ത വഴി എന്താണ്? അടുത്ത വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ട് പാർലമെന്റിൽ ഇതിനെ അമെൻഡ് ചെയ്തുകൊണ്ട് ഇതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള കാര്യങ്ങൾ എഴുതി മാറ്റിയിട്ട് അതിൽ അമെൻഡ് ചെയ്ത് മാറ്റിയിട്ട് അവിടെ ഹിന്ദു നിയമങ്ങൾ സ്ഥാപിച്ചെടുക്കുന്ന ഒരു പണി ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ വഴി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു 5-6 കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് അങ്ങനെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിരിക്കണം, അത് സെക്യുലർ ആയിരിക്കണം, അവിടെ നിയമവാഴ്ച ഉണ്ടായിരിക്കണം, അങ്ങനെ വ്യക്തികൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം, സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള പല 5-8 കാര്യങ്ങൾ പറയുന്ന ആ സംഗതികൾ ഒരു കാരണവശാലും അവിടെ ഭേദഗതി നടത്തി മാറ്റാൻ കഴിയില്ല. അത് മാറ്റുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ആരെങ്കിലും മാറ്റിയാൽ അത് സുപ്രീം കോടതിന് അല്ലെങ്കിൽ ഇവിടുത്തെ ജുഡീഷ്യറിക്ക് അതിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്യാമെന്നുള്ളതാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു രീതി. അതിൻ്റെ സെൽഫ് പ്രൊട്ടക്റ്റിംഗ് മെക്കാനിസം അങ്ങനെയാണ്. ഇതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഓടി വിളിച്ചിറങ്ങൽ തന്നെ ചെയ്യണം. ജഡ്ജിമാരെയൊക്കെ ബന്ദികളാക്കി പോലീസിനെയൊക്കെ കൂട്ടിക്കെട്ടി പട്ടാളത്തേക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണം. അത് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവിടെ ചെയ്യാനുള്ള അവസരം ഇവിടെ ഉണ്ട്, ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി മൂന്നാമത്തെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊന്ന് സൂക്ഷിക്കേണ്ട സാധനമാണ്. എന്താണത്? ഇവിടെയുള്ള ജഡ്ജിമാർ, ഇവിടുത്തെ കോടതിയിലുള്ള ആളുകൾ, അതായത് ജനാധിപത്യത്തിൻ്റെ 4 തൂണുകളുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഈ ജുഡീഷ്യറിയെ ഹിന്ദുത്വവൽക്കരിക്കുക എന്നുള്ളതാണ് മറ്റൊരു വഴിയായിട്ട് ഞാൻ കാണുന്നത്. അതെങ്ങനെയാണ് നടത്തുക? വിധികൾ പറയുന്ന സമയത്ത് ഇവിടെ ഗീതയിൽ നിന്ന് കോട്ട് ചെയ്യുക, മനുസ്മൃതിയിൽ നിന്ന് കോട്ട് ചെയ്യുക, അങ്ങനെ ചെയ്ത് ഈ കോടതികളിലുള്ള ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ മുഴുവൻ, വിധി പറയാനിരിക്കുന്ന ആളുകൾ മുഴുവൻ ഇവർക്ക് അനുകൂലമായിട്ടുള്ള ആളുകളെ ആക്കി മാറ്റുക എന്നതാണ് അവിടെ നമുക്ക് കാണാവുന്ന ഒരു വഴി. അത് ഇവിടെ നടക്കുമോ, നടക്കുന്നുണ്ടോ? ഇതാണ് നമ്മൾ അറിയേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെങ്ങനെ ചേർക്കാം? ഇവിടെ ജഡ്ജിമാരും വിമർശനത്തിന് അതീതരല്ല എന്നുള്ളതും, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജഡ്ജിമാരുടെ ഉള്ളിൽ നിന്ന് തന്നെ ആളുകൾ പുറത്തു വന്ന് അതിനെതിരെ പ്രതികരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി ഈ 3 വഴിയിലൂടെ നമ്മളിത് ചെയ്ത് ഇനി ഒരു ഹിന്ദു രാഷ്ട്രമാക്കും എന്നുണ്ടെങ്കിൽ, ഇന്ത്യക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ പ്രഷറും ഇന്റർനാഷണൽ ഒബ്സർവേറ്ററീസ് ആയിട്ടുള്ള ആളുകളെ കവച്ചു വെച്ചുകൊണ്ട് അവരെ ഗവനിക്കാതെ വേണം അതും ചെയ്യാൻ. അതിന് ഇവിടെ സാധിക്കുമോ? നമ്മളിവിടെയുള്ള സാമ്പത്തിക ഭദ്രതയായാലും മറ്റുള്ള എല്ലാ ഇന്റർനാഷണൽ റിലേഷൻസ് എല്ലാം തകിടം മറിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ എങ്ങനെയാണോ ഇന്നിപ്പോൾ നിലനിൽക്കുന്നത് അതുപോലെ ആയിത്തീരാൻ ഇന്ത്യ അങ്ങനെ ശ്രമിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇത്രയും ഘട്ടങ്ങളിലൂടെ പോയിട്ടല്ലാതെ ഇന്ത്യക്ക് ഒരിക്കലും ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹിന്ദു രാഷ്ട്രം നിർമ്മിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ട് ഈ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് വഴിതെറ്റിക്കുന്ന പരിപാടി അത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക്